നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ചർച്ച എവിടെയെത്തി? ലോകം ചോദിക്കുന്ന ചോദ്യമാണിത്. ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുമോ? അതുപോലെ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ? ബന്ദികളുടെ മോചനം ഇതൊക്കെ എങ്ങനെയാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത നിലപാടുകളാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വെടിനിർത്തൽ ചർച്ച ഒരിടത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് ഗാസയിൽ ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി 47 ഫലസ്തീനികളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അതേസമയം കെയ്റോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമുണ്ടായിട്ടില്ല. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്. വെടിനിർത്തൽ വേളയിൽ ഫിലാദൽഫി ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. അറബ് സംയുക്ത സേനയ്ക്ക് ഗാസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളുകയും ചെയ്തു. ഗാസയിൽ ഇസ്രായേലിന്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാട് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. മാത്രമല്ല, ഹമാസ് മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണെന്നും ലോകത്തുടനീളം പ്രതിഷേധം ശക്തമാക്കണമെന്നും ഈ ഒരു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്നും ഹമാസും ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻ ഗവിർ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിൽ തകർന്ന കപ്പൽ, ആ കപ്പലിൽ നിന്ന് വൻതോതിലാണ് എണ്ണ ചോർച്ചയുണ്ടായത്. കൂടാതെ ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിലും സംഘർഷം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 47 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ദേർ അൽ ബലാഹിലും ഖാൻ യൂനീസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു നിർദ്ദേശം കൂടി ഇസ്രായേൽ നൽകിയിരുന്നു. ദേർ അൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടന്നത്. അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. തുൽക്കറൈം അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഖാൻ യൂനീസിന് കിഴക്ക് ബാനി സുഹേല റൗണ്ട് എബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിലും നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അതിനിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ദാനി ഉടൻ ഇറാൻ സന്ദർശിക്കും. തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനമെന്നതും ശ്രദ്ധേയം. അതേസമയം ഈ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഇസ്രായേൽ നടത്തിയിരുന്നു. നിരവധി ഫലസ്തീനികൾ തങ്ങുന്ന മധ്യ ഗാസയിലെ ദേർ എൽ ബലാഹിൽ നിന്നായിരുന്നു ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകിയത്. ദേർ എൽ ബലാഹിലെ ജനത്തിരക്കേറിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആക്രമണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.